1 Thessalonians 5:17 Pray without ceasing. ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ. To live without prayer is to live without God, to live without a soul. പ്രാർത്ഥനയില്ലാത്ത ജീവിതം ദൈവമില്ലാത്ത ജീവിതത്തിന് തുല്യമാണ്, ആത്മാവില്ലാത്ത ജീവിതം പോലെയാണ്. Prayer is not a mere ritual or recitation. It is the breath of the soul, the heartbeat of our communion with the living God. പ്രാർത്ഥന വെറും അനുഷ്ഠാനം മാത്രമല്ല, ചില വാക്കുകൾ ആവർത്തിക്കുന്നത് മാത്രമല്ല, ആത്മാവിൻ്റെ ശ്വാസമാണ്. ജീവനുള്ള ദൈവവുമായിട്ടുള്ള സംസർഗത്തിൻ്റെ ഹൃദയത്തുടിപ്പാണ് പ്രാർത്ഥന. Just as the body cannot survive without air, the soul cannot thrive without prayer. എപ്രകാരം ശ്വാസമില്ലാതെ ഒരു ശരീരത്തിന് നിലനിൽക്കുവാൻ സാധ്യമാകാത്തതുപോലെ പ്രാർത്ഥനയില്ലാത്ത ആത്മാവിന് നിലനിൽക്കുവാൻ സാധ്യമാകുകയില്ല. When we stop praying, we slowly suffocate the divine spark within us, closing the windows to grace. പ്രാർത്ഥിക്കാതിരിക്കുന്ന ജീവിതം നമ്മുടെ ആത്മാവിനെ ശ്വാസം മുട്ടിപ്പിക്കുകയാണ്. In the stillness of prayer, the noise of the world fades and the whisper of God is heard. പ്രാർത്ഥനയുടെ നിശബ്ദതയിൽ ദൈവത്തിൻ്റെ സ്വരം നാം ശ്രവിക്കുന്നു. Even when words fail, a sigh, a tear, a longing becomes prayer. വാക്കുകളിൽ ഇല്ലെങ്കിൽ പോലും നമ്മുടെ കണ്ണുനീരും നമ്മുടെ ഹൃദയത്തിൻ്റെ വാഞ്ചയും പ്രാർത്ഥനയാകുവാൻ നമുക്ക് പരിശ്രമിക്കാം. The desert fathers would say, "Let your prayer be like incense rising constantly before God." ദൈവസന്നിധിയിൽ ഉയരുന്ന ധൂപം പോലെ ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥന. They lived not with many possessions, but with deep, unbroken union through prayer. മരുഭൂമിയിലെ പിതാക്കന്മാർ, അവർക്ക് അധികം സമ്പത്തൊന്നും ഇല്ലായിരുന്നു. എന്നാലും ആഴമായ, ഒരിക്കലും കെട്ടുപോകാത്ത ദൈവവുമായിട്ടുള്ള പ്രാർത്ഥനയിലുള്ള നിത്യസംസർഗം ഉണ്ടായിരുന്നു. When you rise, pray. When you walk, pray. When you suffer, pray. Let your life be steeped in prayer. Simple, sincere and steady. ഉണരുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, നടക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, കഷ്ടപ്പാടുകൾ ഏൽക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതം പ്രാർത്ഥനയിൽ തന്നെ മുഴുകി ഇരിക്കട്ടെ. ലളിതമായ പ്രാർത്ഥന, ആത്മാർത്ഥമായ പ്രാർത്ഥന, നിത്യമായ പ്രാർത്ഥന. Prayer opens the heart to healing, the mind to wisdom and the soul to divine love. പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് സൗഖ്യവും മനസ്സിന് ജ്ഞാനവും ആത്മാവിന് ദൈവികമായ സ്നേഹവും ലഭ്യമാകുന്നു. In prayer we find our true home. For in prayer God is with us and we remember that we are not alone. പ്രാർത്ഥനയിൽ നമ്മുടെ ഭവനത്തിലേക്ക് തിരികെ പോയ ഒരു അനുഭവമാണ്. കാരണം പ്രാർത്ഥനയിൽ ദൈവം നമ്മോട് കൂടിയുണ്ട്, നാം ഒറ്റയ്ക്കല്ല എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകും. Prayer gives us back our soul. പ്രാർത്ഥനയിലൂടെ നമ്മുടെ ആത്മാവിനെ നമുക്ക് തിരികെ ലഭ്യമാകും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.